ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നമുക്ക് ആദ്യം തന്നെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ഇന്ന് വളരെ വലിയ ഒരു വോളറ്റൈൽ മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഹൈ ലോ എന്നിവ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 450 പോയിന്റിന്റെ മൂവ്മെന്റാണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. ഇന്നലെ 20/1/2025 തിങ്കളാഴ്ച 23,337 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 23,421 എന്ന ലെവലിലാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഏതാണ്ട് ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ 84 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പതിവ് പോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ കഴിഞ്ഞ ദിവസത്തെ ഉയരത്തേക്കാൾ മുകളിലാണ് ഉണ്ടായത്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് ഇവിടെയും സംഭവിച്ചു. ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ സാമാന്യം നല്ല ഒരു പ്രോഫിറ്റ് തരത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടി. എന്നാൽ പിന്നീട് കിട്ടിയ അപ്പ് മൂവ് അത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലേക്ക് മുകളിലോട്ട് പോകാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ചെറിയ ടൈം ഫ്രെയിമിൽ അത്തരത്തിലൊരു മൂവാണ് ലഭിക്കാൻ സാധ്യത എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ആർക്കും തന്നെ പെട്ടെന്ന് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞു. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും താഴെയുള്ള നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലേക്ക് ഒരു ട്രേഡ് പോസിബിൾ ആയിരുന്നു. അത് നല്ല ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഈ സപ്പോർട്ട് ലെവലിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്ത് പുതിയ ഉയരത്തിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് അല്ല, മറിച്ച് ചെറിയ ടൈം ഫ്രെയിമിൽ അത് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി ആദ്യം കിട്ടിയ പ്രോഫിറ്റിനെ ഒന്ന് ബെറ്റ് ചെയ്യാമെന്ന് കരുതിയ ഏതൊരാൾക്കും ഒരു എൻട്രി എടുത്ത് തൊട്ട് മുകളിലുള്ള ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെയുള്ള റെസിസ്റ്റൻസ് ലെവൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ തുടർന്ന് അല്പനേരത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ 1 അവർ ഫിനിഷ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സാമാന്യം നല്ല ടാർഗറ്റിലുള്ള ഒരു മൂവ്മെന്റ് ലഭിച്ചിരുന്നു. ഒട്ടനവധി പേർ ഈ ട്രേഡ് റിയൽ ട്രേഡായും പേപ്പർ ട്രേഡായും ഒക്കെ ചെയ്ത് പരിശീലിച്ചിട്ടുണ്ട്. റിയൽ ട്രേഡ് ചെയ്ത് കിട്ടിയവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന അടുത്ത സപ്പോർട്ടിലോട്ട് എത്തുകയാണ് പ്രൈസ് ചെയ്തത്. ആ ലെവലിൽ നിന്നും വ്യക്തമായ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഇവിടെ നിന്നും രൂപപ്പെടുന്നത് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ ഒരു എൻട്രി എടുത്ത് കൃത്യമായും ആ ലെവലും ട്രേഡ് ചെയ്തവരുണ്ട്. അതും നല്ല പ്രോഫിറ്റ് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ വളരെ ബുള്ളിഷായി മൂവ് ചെയ്തു. എന്നാൽ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും ഇത് ഒരു ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ് ആയിരിക്കാം. സാധാരണ നമ്മളുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഇലക്ഷൻ ഡേയിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ കൃത്യമായും ഈ ലെവലിൽ നിന്ന് വീണ്ടും റെസിസ്റ്റൻസ് ഡൗൺ സൈഡ് സെല്ല്. അപ്പോൾ ഒരിക്കൽ കൂടി ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് ഇവിടെ എൻ്റർ ആയവർക്ക് ഒട്ടും തന്നെ അവമാനിക്കാതെ വളരെ വലിയ പ്രോഫിറ്റ്. എത്ര വേഗത്തിലായിരുന്നു ഇന്നത്തെ പ്രോഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരം തന്നെയാണ്. അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തു എങ്കിൽ പോലും ഒരു അപ്പ് മൂവ് അത് ഈ തരത്തിൽ തന്നെയാണ് പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുക. അല്ലാതെ ഒറ്റയടിക്ക് താഴോട്ട് പോയിക്കൊള്ളണമെന്നില്ല. ഏത് ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്ത് ഒരു ഉയർച്ച വീണ്ടും തന്ന് വീണ്ടും താഴോട്ട് പോരുകയാണെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതേ ഡയറക്ഷനിലോട്ട് തന്നെ ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ച ഏതൊരാൾക്കും പലപ്പോഴും പല പ്രാവശ്യം ഇന്ന് പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയി വാച്ച് ചെയ്ത ഒട്ടനവധി പേർക്ക് വളരെ വലിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്രയും നല്ല മൂവ്മെന്റ് കിട്ടിയപ്പോൾ ഇതിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. കൃത്യമായും നല്ല ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നു. കോൾ എടുത്തവർക്കും പുട്ടെടുത്തവർക്കും ഒക്കെ തീർച്ചയായും പ്രോഫിറ്റ്, ഹോൾഡ് ചെയ്യാൻ തയ്യാറായവർക്ക് തീർച്ചയായും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. പലരും ചെറിയ ഒരു ടാർഗറ്റ് കിട്ടുമ്പോൾ തന്നെ പേടിച്ച് എക്സിറ്റ് ആവുന്നതാണ് കാണുന്നത്. എസ്പെഷ്യലി ഈ പേപ്പർ ട്രേഡ് ചെയ്യുന്നവർക്ക്. പേപ്പർ ട്രേഡ് ചെയ്യുമ്പോഴും അതൊരു റിയൽ മണിയുടെ ഒരു സൈക്കോളജിയാണ് നമ്മൾക്ക് തരുന്നത്. എന്നാലും ചെറിയ പ്രോഫിറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ആ തരത്തിൽ കുറച്ചു കാലം ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് അത് മറ്റൊന്നും സംഭവിക്കുന്നില്ല, പ്രോഫിറ്റ് തന്നെ സംഭവിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്താലും നത്തിങ് ടു വറി എന്നുള്ളത് അടുത്ത ഒരു ട്രേഡിൽ അതിനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരത്തിൽ പലരും മികച്ചു വന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയധികം മൂവ്മെന്റ് തന്നപ്പോൾ ആ മൂവ്മെന്റുകളെല്ലാം നല്ല രീതിയിൽ കൃത്യമായും ഒരു ട്രെൻഡിലോട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിച്ച ഏതൊരാൾക്കും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ ഇത്രയും ഭീകരമായ മൂവ്മെന്റ് തന്ന ഒരു ദിവസം
ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെയൊക്കെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 23,014 അതൊരു ബിഗ് റൗണ്ടിന് ഇനി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹസമായിരിക്കാം. ഒന്ന് അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ 23,014 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് ലഭിച്ചേക്കാവുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 23,194 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഉയരത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ 23,380 എന്ന ലെവലായിരിക്കാം ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനൊക്കെ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ ക്ലോസ് ആവുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ ലെവലിലേക്ക് പ്രൈസ് ഗ്രാജുവലി കയറി വന്നേക്കാം എന്നാണ് കരുതേണ്ടത്. എന്നാൽ ഈ തരത്തിലുള്ള ടാർഗറ്റുകൾ പറയുമ്പോഴും ഇതിന് മുകളിൽ കൃത്യമായും കയറി ക്ലോസ് ആകണം എന്ന് കരുതി സ്ട്രാറ്റജി പ്രൂവ് ചെയ്യാനൊന്നും റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ നിൽക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രോഫിറ്റ് ഒരു പോയിൻ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കി അത് ലഭിക്കുന്നു എങ്കിൽ അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് അടുത്ത ഒരു മൂവ്മെൻറ്റിൽ വീണ്ടും നമുക്ക് ഒരു ട്രേഡ് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലെങ്കിൽ അത്ര വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ടായ ട്രേഡിംഗ് എക്സ്പീരിയൻസും അത്രയുള്ള ആൾക്കാർ മാത്രമേ ഇത്രയും ലോങ് ടാർഗറ്റുകൾക്കൊക്കെ വേണ്ടി ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും പല പ്രാവശ്യം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 2 or 3 നല്ല ട്രേഡുകൾ കിട്ടിയാൽ തന്നെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കി ഒരു 10 പോയിൻ്റ് 15 പോയിൻ്റൊക്കെ ടാർഗറ്റുകൾ വെച്ചുകൊണ്ട് ഒരു 2-3 ട്രേഡൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം സാമാന്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാകും. ആ തരത്തിലോട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ഒന്ന് പ്ലാൻ ചെയ്യുകയും ട്യൂൺ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതം. ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറാൻ അഥവാ കൺസിസ്റ്റൻ്റായി ഒരു പ്രോഫിറ്റ് എടുത്ത് ഡേ വൈൻഡപ്പ് ചെയ്യാൻ അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതിലേക്ക് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സിറ്റുവേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ മൂവ് ആണ് നമ്മളുടെ പ്രതീക്ഷയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അല്പം കൂടി വീക്ക് ആയേക്കാമെന്നാണ് കണക്കാക്കുന്നത്. ആ തരത്തിൽ ഒരു മൂവിങ് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയും എന്നാണ് കരുതുന്നത്. 48,553 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. അതുപോലെ 49,062 എന്ന ലെവലായിരിക്കാം ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല റേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ രേഖപ്പെടുത്തുന്നത്. അത് 48,920 എന്നാൽ അതിന് മുകളിലോട്ട് ഈ ലെവലിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഈ തരത്തിലുള്ള ലെവലുകൾ ഈ ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ തുടർന്ന് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നുവെന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. അത്തരത്തിൽ നാളെ ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ കൃത്യമായും ഓരോ
ഡിപ്പും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ മാർക്കറ്റ് തരുന്ന പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ലോ തന്നെയാണ് ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസായി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്കുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 48,068 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിന് താഴോട്ടൊക്കെ പോരുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമേ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു അല്പം സ്ട്രോങ് ആയ ഫാളായി മാറാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ കാണുന്ന 47,338, 47,894 എന്നിങ്ങനെയുള്ള ലെവലുകൾ. 75,903 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 76,471 എന്ന ലെവല് ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ ഉയരത്തിനനുസരിച്ച് രേഖപ്പെടുത്തുകയാണെങ്കിൽ 77,098 എന്ന ലെവലായിരിക്കാം ഒരു പ്രധാന റെസിസ്റ്റൻസായി വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ള ഒരു ലെവല്. അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസുകൾ 76,622, 820 എന്നിവയാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ നമുക്ക് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ലെവലുകൾ കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ കൃത്യമായും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നുവെങ്കിൽ താഴോട്ടുള്ള ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ഇവയെല്ലാം സപ്പോർട്ടുകളാണ്. ആ ലെവലുകളിലേക്ക് പ്രൈസ് ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. എന്നാൽ ഈ തിക്ക് ബ്ലൂ ലൈനുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ലെവലുകൾ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. എന്നാൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് അങ്ങ് ഏറ്റവും ഉയരത്തിലോട്ട് പോകുമെന്നല്ല, തുടർന്ന് തൊട്ടുമുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ പ്രൈസ് പോയേക്കാം എന്നാണ് കണക്കാക്കുക. അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് സാധ്യത തന്നെയാണുള്ളത്. മാർക്കറ്റ് തറോലി നെഗറ്റീവായിട്ടാണ് ഈ കുറേ നാളായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ എല്ലാ റൈസും ഒരു സെല്ലിങ്ങിനുള്ള ചാൻസ് തന്നെയാണ് നമുക്ക് തരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ട്രേഡിംഗ് ഇൻഡെക്സുകളുടെയും നാളേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി ഞാൻ തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. അവ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഗുണകരമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് ചേർക്കുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ യൂട്യൂബും നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗുണകരമാണെങ്കിൽ നിങ്ങൾ ദയവായി ആ തരത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് നൽകി ചാനലിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല കൃത്യമായി ട്രേഡുകൾ തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യമാകട്ടെ എന്ന ആശംസയുണ്ട്. തൽക്കാലം നിർത്തുന്നു. താങ്ക്